ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കടലക്കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കും നമുക്ക് നോക്കാം. കടലക്കറി എല്ലാവരും പല പല വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരെങ്കിലും തയ്യാറാക്കി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഈ കടലക്കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കും നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ദോശയും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഈ ദോശയും കടലയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിപ്പോൾ ഇനി എങ്ങനെ തയ്യാറാക്കിയെടുക്കും നോക്കാം. ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കണം. അതിന് മുന്നേ തന്നെ ഈ കടല നല്ലപോലെ കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ കഴുകണം. എന്നിട്ട് 2-3 വെള്ളത്തിൽ നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് കുതിർത്ത് വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ ഇത് എടുക്കുന്ന സമയത്ത് കഴുകേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടല കുതിർക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും കുതിർക്കാനായി വെക്കണേ. ഇപ്പോൾ കടല നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും കണ്ടില്ലേ, കടലയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കടല കുതിർത്ത വെള്ളം കൂടി ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. കളയേണ്ട ആവശ്യമില്ല. കാരണം രാത്രി തന്നെ ഞാൻ നന്നായി കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായത് കാരണം ഞാൻ മൊത്തം അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയാണ്. അതിനുശേഷം ചെറുതായി എരിഞ്ഞ ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 4-5 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തു. ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. കടലക്കൊക്കെ നല്ലപോലെ ഉപ്പ് പിടിക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. കടല വെന്ത് വരാനുള്ള വെള്ളമൊക്കെ ഇതിനകത്തുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ നമുക്ക് അടച്ച് നല്ലപോലെ ഇത് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ സൈഡിലൂടെ നമുക്ക് ബാക്കി പണി തുടങ്ങാം. ചൂടായ പാനിൻ്റെ അകത്തേക്ക് ഇതൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത്തിരി കുരുമുളക്, 3-4 സോമ്പ്, അതേപോലെ 1.5 ടീസ്പൂൺ പെരുംജീരകം. ഇതൊക്കെ ഇട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇതൊക്കെ ഇടുമ്പോൾ കടലക്കറിക്ക് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ഒക്കെ കിട്ടും. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണേ. വളരെ ടേസ്റ്റിയാണിത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നമുക്കൊന്നിത് പൊടിച്ചെടുക്കാം. ഇതിനകത്തേക്ക് തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വേവിച്ചെടുത്ത കടല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കടല ഇട്ട് അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടു. കാരണം കുക്കറിലെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്ക് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം, കടല വേവിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ നോക്കുക. എന്നിട്ട് ഒരു 7 വിസിലെങ്കിലും വരുത്തിക്കണം. അപ്പോൾ മാത്രമാണ് ഇതേപോലെ കടല നല്ല പോലെ വെന്ത് കിട്ടുക. ഇപ്പോൾ കടലയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരച്ച് വെച്ച പേസ്റ്റ്, തേങ്ങ, പെരുംജീരക അതൊക്കെ ഉണ്ടല്ലോ, അരച്ച് വെച്ച് ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു അരവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതുകൂടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം.
അതിനുശേഷം നമുക്കിതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഡക്കൺ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി മുകളിൽ. ഡക്കൺ അടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അത് നല്ലപോലെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ദോശ ചുട്ടെടുക്കാം. ഇത് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ തേങ്ങ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് കടല നല്ല രീതിയിൽ മിക്സായി വരുന്ന സമയം കൊണ്ട് നമുക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രീതിയിലുള്ള കടലക്കറി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഭയങ്കര ടേസ്റ്റിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു കടലക്കറിയാണിത്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. എന്നും നമ്മൾ ഈ തേങ്ങ വറുത്തരച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിഫറൻറ്റ് ടേസ്റ്റായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിൽ നമ്മൾ പെരുംജീരകം, മറ്റേ കുരുമുളക്, അതുപോലെ തന്നെ നമ്മൾ ആ ഏലക്കായ് അതൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. കടലക്കറിക്ക് നല്ല രുചിയാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമ്മുടെ കടലക്കറി നല്ലപോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കടലക്കറിയിലേക്ക് നമുക്ക് കുറച്ച് കടുക്, വറ്റൽമുളക്, അതേപോലെ തേങ്ങാക്കൊത്ത്, മസ്റ്റായിട്ട് ഇതിൽ വേണ്ടത് തേങ്ങാക്കൊത്ത്, അത് പിന്നെ കറിവേപ്പില, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ഫ്രൈ ചെയ്ത് കറിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള ആ കറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മളെ കറിയൊക്കെ തിളച്ച് ഞാനിവിടെ ഓഫാക്കിയിട്ടതാണ്. ഇനിയിപ്പോൾ ഈ കറിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തത് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി, ദോശയും റെഡിയായി. ഇവിടെ ഇപ്പോൾ ദോശയും കടലക്കറിയും റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടല്ലേ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ദോശയും കഴിച്ച് നോക്കാം. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കടലക്കറി നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ. ഭയങ്കര ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് കറി. ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് കറി. ഒന്നും കൂടെ കഴിച്ചിട്ട് കാണിച്ചു തരാം. അടിപൊളി കടലക്കറി. ബൈ.